നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ചേലക്കരയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ശ്രദ്ധ തൃശൂരിന്റെയും ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവയിലെ NSS യൂണിറ്റുകളുടെയും സഹകരണത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ ഉദ്ഘാടനം ചെയ്തു. ആ കാര്യത്തിൽ വലിയൊരു ശബ്ദ പുലർത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതൊരു പ്രവർത്തനവും തുടങ്ങി വെക്കാൻ വളരെ എളുപ്പമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് സംരംഭമാണെങ്കിലും ഏതൊരു വിഷയവും തുടങ്ങാൻ എളുപ്പമാണ്. പക്ഷെ അത് നിലനിർത്തി കൊണ്ടുപോവുക അല്ലെങ്കിൽ തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. എന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ മുഴുവൻ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വലിയ സജീവമായി മുന്നോട്ട് പോകും. ഒരുപക്ഷെ 70% ജനങ്ങൾ ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട് വ്യാപകമായി സഹകരിക്കുമ്പോൾ തന്നെ അതിന് എതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന മാധ്യമങ്ങളുണ്ടാകാം, വ്യാപാര സ്ഥാപനങ്ങളുണ്ടാവാം, വ്യക്തികളുണ്ടാവാം, എല്ലാവരും ഉണ്ടാവും. പക്ഷെ ആ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം സുഖകരമായി മുന്നോട്ട് പോകുന്ന സമയത്ത് പണ്ടത്തെ പോലെ വഴിയോരങ്ങളിൽ പ്ലാസ്റ്റിക് കൂടി കിടക്കുന്നത് കാണാറുണ്ടോ? പോകുന്നത് 200-250 രൂപ കൊടുത്ത് ഡെയിലി 1.5 GB കിട്ടുന്ന നെറ്റ് നമുക്ക് ചാർജ് ചെയ്യാൻ മടിയില്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കൊടുക്കാൻ ഈ രാവും പകലും വെയിലും മഴയും കൊണ്ടുവരുന്ന ചേച്ചിമാർക്ക് കൊടുക്കാൻ നമുക്ക് തയ്യാറാകാത്ത മനസ്സിപ്പോഴും. അപ്പൊ നമ്മൾ ഇതുപോലെയുള്ള എന്തൊക്കെ ക്യാമ്പയിനുകൾ നടത്തിയാലും പരിപാടികൾ സംഘടിപ്പിച്ചാലും ഇവിടെ ഈ പരിസരം വൃത്തിയാക്കി അടുത്ത പരിപാടിയിലേക്ക് ക്യാമ്പയിന്റെ ഭാഗമായി നമ്മൾ പോകുമ്പോൾ ഇത് കണ്ടിട്ടെങ്കിലും ചിലരുടെ മനസ്സിന്റെ കുറവുകളൊക്കെ പറയുമോ അത് മാറി. ശ്രദ്ധ ഡയറക്ടർ M ഷെരീഫ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം T ഗോപാലകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. എന്ന് നമുക്കെല്ലാം അറിയാം. എന്നതിന് നെഹ്റു യുവകേന്ദ്രയുടെയും ശ്രദ്ധയുടെയും ഏകദേശം ഒരു ഡസനോളം പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അധ്യക്ഷനായും ഉദ്ഘാടനം ചെയ്തിട്ടും ഒക്കെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ കഴിയുന്നത്. എന്തായാലും വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് നടത്തിയിട്ടുള്ളത് എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. എന്തിനേലും നിങ്ങൾ ഏറ്റെടുക്കുന്ന ഈ പ്രവൃത്തി അത് നിങ്ങൾക്ക് വലിയ ഒരു മൂല്യമുള്ളതാണ്. നിങ്ങളുടെ വർത്തമാന കാലഘട്ടത്തിൽ മാലിന്യം കൊണ്ട് നമുക്കുണ്ടാകുന്ന രോഗങ്ങളും മറ്റും ഒക്കെ കണക്കുകൾ വെച്ച് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് തന്നെ ക്യാൻസർ രോഗികളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരിക. അപ്പോൾ തീർച്ചയായും ഈ പ്രസക്തിയേറിയ ഈ വിഷയം അത് ജനങ്ങളിൽ എത്തിക്കാൻ നേരത്തെ ഷരീർ പറഞ്ഞതുപോലെ നമുക്ക് പലതും കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ പിന്നെ വേറെ നോക്കിയില്ല. ഇങ്ങനെയെങ്കിലും നമ്മുടെ നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായ നിങ്ങൾ ഈ തെരുവിൽ ഇറങ്ങി ടൗണിൽ ഇറങ്ങി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഇതിനോട് നിസ്സഹകരിക്കുന്ന ആളുകൾക്ക് ഒരു മനസ്സൊന്ന് മാറി കിട്ടാൻ വേണ്ടി. നെഹ്റു യുവകേന്ദ്ര തൃശൂർ ജില്ലാ യൂത്ത് ഓഫീസർ C ബിൻസി, ശ്രദ്ധ പ്രസിഡന്റ് N അച്യുതൻ, സെക്രട്ടറി CP ഷനോജ്, രാമു ചാത്തനാത്ത്, ബിന്ദു പ്രിയേഷ്, സാന്ദ്ര അരുൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരം, വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയോരങ്ങളും ശുചീകരണം നടത്തി. CCV ന്യൂസ്, ചേലക്കര.